ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. തേടി വരുന്ന ഭാഗ്യം നിങ്ങളിൽ രാജയോഗ മാറ്റം സമ്മാനിക്കും. ആദിത്യൻ ചിങ്ങം രാശിയിൽ പൂരം ഞാറ്റുവേലയിലാണ്. ചന്ദ്രൻ വെളുത്ത പക്ഷം അഷ്ടമി മുതൽ ചതുർദശി വരെയുള്ള തിഥികളിൽ സഞ്ചരിക്കുന്നു. ചൊവ്വ കന്നി രാശിയിൽ അത്തം നക്ഷത്രത്തിലാണ്. സെപ്റ്റംബർ 4-ന് ചിത്രയിൽ പ്രവേശിക്കുന്നു. ബുധൻ ചിങ്ങം രാശിയിൽ മകം നക്ഷത്രത്തിലാണ്. ബുധന് മൗഢ്യമുണ്ട്. ശുക്രൻ കർക്കിടകം രാശിയിൽ പൂയം ആയില്യം നക്ഷത്ര മണ്ഡലങ്ങളിലൂടെ സഞ്ചരിക്കുന്നു. വ്യാഴം മിഥുനം രാശിയിൽ പുണർതം നക്ഷത്രത്തിലാണ്. ശനി മീനം രാശിയിൽ ഉത്രട്ടാതിയിൽ വക്രഗതിയിൽ തുടരുന്നു. രാഹു കുംഭം രാശിയിൽ പൂരുരുട്ടാതിയിലും കേതു ചിങ്ങം രാശിയിൽ പൂരം നക്ഷത്രത്തിലും പിൻഗതിയായി സഞ്ചരിക്കുന്നു. അതുപോലെ തന്നെ ഈ ആഴ്ച മലയാളികളുടെ ദേശീയോത്സവമായ പൊന്നിൻ തിരുവോണം കടന്നുവരുന്നു. സെപ്റ്റംബർ 5-ന്, അതായത് ചിങ്ങം 20-ന് വെള്ളിയാഴ്ചയാണ് തിരുവോണം. ചന്ദ്രസഞ്ചാരം ഈ ആഴ്ച അനിഴം മുതൽ അവിട്ടം വരെയുള്ള നക്ഷത്ര മണ്ഡലങ്ങളിലൂടെയാണ്. ഈ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ ഈ ആഴ്ചത്തെ വാരഫലമാണ്. ആദ്യം അശ്വതി നക്ഷത്ര ജാതകരാണ്. അധിക ജോലിഭാരം ഉണ്ടാകുന്ന വാരമാണ്. വെറുതെ ചില ഉത്കണ്ഠകൾ നിങ്ങളിൽ കടന്നുകൂടി സ്വൈര്യം കെടുത്തുവാൻ ഇടയുണ്ട്. അഷ്ടമ രാശിക്കൂറാകിയാൽ വാരാദ്യ ദിവസങ്ങൾ നല്ല കാര്യങ്ങൾക്ക് ഉചിതമല്ല. യാത്രാ ക്ലേശം ഭവിക്കാം. നിങ്ങളുടെ ഒപ്പമുള്ള ആളുകളുടെ ചില പ്രവർത്തനം നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും. ബുധൻ മുതൽ കൂടുതൽ അനുകൂലത വന്നതാണ്. നിങ്ങളുടെ ആത്മമിത്രങ്ങളെ കാണുവാൻ സാധിക്കും. നിങ്ങളുടെ ആഘോഷങ്ങളുടെ നിറം മങ്ങില്ല. സമീപ ഭാവിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ മനസ്സിൽ സ്വരുക്കൂട്ടുവാൻ സാധിക്കുന്നതാണ്. ആത്മവിശ്വാസം വളരെയധികം പുലരുകയും ധനപരമായ സമ്മർദ്ദങ്ങൾക്ക് അയവുണ്ടാകുകയും ചെയ്യുന്നതാണ്. അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ്. ഞായറും തിങ്കളും മനക്ലേശം, ദേഹസുഖക്കുറവ് എന്നിവയ്ക്കിടയുണ്ട്. പുതിയ കാര്യങ്ങൾ യാതൊരു രീതിയിലും തുടങ്ങുവാൻ കഴിയില്ല. കൂടിയാലോചനകളിൽ എല്ലാ കാര്യങ്ങളും അവതരിപ്പിക്കുവാനും കഴിഞ്ഞേക്കില്ല. തിടുക്കം കഴിവതും ഉപേക്ഷിക്കുന്നത് നല്ലതാണ്. വാരം മധ്യം തൊട്ട് സ്വസ്ഥതയുണ്ടാകും. ന്യായമായ ആവശ്യങ്ങൾ മുടങ്ങില്ല. എതിർ ശബ്ദങ്ങൾക്ക് പ്രതിബന്ധം നൽകുവാൻ കഴിയുന്നതാണ്. വേണ്ടപ്പെട്ടവരുടെ ക്ഷേമകാര്യങ്ങളിൽ ജാഗരൂകതയുണ്ടാകും. പ്രായോഗിക ചിന്ത തുണയാകുന്നതാണ്. സൗഹൃദം പുഷ്ടിപ്പെടുവാൻ സാഹചര്യവും വന്നുചേരും. കൂടിച്ചേരലുകൾ വളരെയധികം സന്തോഷം സമ്മാനിക്കുകയും ചെയ്യുന്നതാണ്. അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ പല കാര്യങ്ങളിലും ആശയക്കുഴപ്പങ്ങൾ അനുഭവപ്പെടും. ചെയ്ത കാര്യങ്ങൾ കൃത്യമായിട്ടുണ്ടോ എന്ന് സന്ദേഹിക്കുവാനുള്ള ഇടവരുന്നതാണ്. വരാൻ പോകുന്ന കാര്യങ്ങളിലെ നിലപാടുകളിൽ അവ്യക്തത തുടരുന്നതാണ്. ബന്ധു സന്ദർശനം സമാധാനം സമ്മാനിക്കും. ആവശ്യത്തിന് പണം വന്നു ചേരുവാൻ വൈകുന്നതിൽ വാരം മധ്യത്തിൽ തെല്ല് മ്ലാനത ഉണ്ടാകുന്നതാണ്. ജന്മനാട്ടിലെത്തുവാനും നിശ്ചിത ദിവസം കഴിഞ്ഞ് മടങ്ങുവാനും സാധിക്കും. ഔദ്യോഗിക കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കുവാൻ അത്യധ്വാനം ആവശ്യമാണ്. ബുധനാഴ്ച തൊട്ട് ഗുണാനുഭവങ്ങൾ ഓരോന്നായി വന്നെത്തും. വാരാന്ത്യം ഓർമ്മയിൽ തങ്ങി നിൽക്കുവാനുള്ള അവസരവും സമ്മാനിക്കുന്നതാണ്. അടുത്തത് രോഹിണി നക്ഷത്ര ജാതകരാണ്. പുതുതലമുറയുടെ നിർബന്ധശീലം നിങ്ങളിൽ വ്യാകുലത സമ്മാനിക്കും. കുടുംബത്തിൽ സമാധാനം കുറയുവാൻ ഇടയുള്ള ആഴ്ചയാണ്. നിങ്ങളുടെ സഹപ്രവർത്തകരോട് വിയോജിക്കും. ചൊവ്വയും ബുധനും ശുഭകാര്യങ്ങൾക്ക് യാതൊരു രീതിയിലും മുതിരരുത്. പണച്ചെലവിൽ ആശങ്കയുണ്ടാകും. മറ്റു ദിവസങ്ങളിൽ സഹജമായ ഉത്സാഹശീലം നിലനിർത്തുവാൻ കഴിയുന്നതാണ്. സാമൂഹ്യ പരതയിൽ സ്വയം അഭിനന്ദിക്കും. സുഖഭോഗമുണ്ടാകും. ജന്മനാട്ടിലെ ആഘോഷങ്ങളിൽ നാഗരിക സമ്മർദ്ദങ്ങൾ മറക്കുവാൻ ഇടയുണ്ട്.
ബന്ധങ്ങൾ പുതുക്കുവാനും കഴിയുന്ന വാരമാണ്. അടുത്തത് മകയിരം നക്ഷത്രക്കാരാണ്. സമീപനങ്ങളെ ചൊല്ലി ചില ഭിന്നതകൾ ജോലി സ്ഥലത്ത് ഉടലെടുക്കാം. താൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്ന് ഉറക്കെ വാദിക്കുന്നതാണ്. രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് ചികിത്സ മാറ്റം വഴി പറയത്തക്ക ആശ്വാസം ഈ ആഴ്ച ഉണ്ടാകണമെന്നില്ല. സാമാന്യമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അധിക വരുമാനം ഫലപ്രദമായി ഉപയോഗിക്കുവാൻ ശ്രമിക്കേണ്ടതുണ്ട്. വാരം മധ്യത്തിലെ ദിവസങ്ങൾക്ക് മേന്മ അല്പം കുറയുന്നതാണ്. ദാമ്പത്യ സംതൃപ്തി സമ്മിശ്രമാകും. സ്വർണമോ വിലകൂടിയ വസ്തുക്കളോ വാങ്ങുവാൻ ഇടയുണ്ട്. മുൻകാല സുഹൃത്തുക്കളെ കാണുവാനുള്ള ഭാഗ്യവും സിദ്ധിക്കുന്നതാണ്. അടുത്തത് തിരുവാതിര നക്ഷത്ര ജാതകരാണ്. നാലിലെ ചൊവ്വ ഗാർഹികമായി സൗര്യക്കേടുണ്ടാക്കും. വാഗ്വാദങ്ങൾക്ക് മുതിരാതിരിക്കുക. വാഹനം ഉപയോഗിക്കുന്ന കാര്യത്തിൽ നല്ല ശ്രദ്ധ ആവശ്യമാണ്. ധനാഗമം തൃപ്തികരമാകുമെങ്കിലും അധിക ചെലവിനാൽ വളരെയധികം വിഷമിച്ചേക്കും. കലാകാരന്മാർക്ക് അപ്രതീക്ഷിത അവസരങ്ങൾ വീണുകിട്ടും. രണ്ടിൽ ശുക്രൻ തുടരുകയാൽ വാക്കിൽ മാധുര്യം പുലർത്തുവാൻ കഴിയുന്നതാണ്. പ്രണയിക്കുന്ന ആളുകൾക്ക് ആഹ്ലാദിക്കുവാനുള്ള സാഹചര്യം അനുകൂലമാകും. കുടുംബത്തിലെ വയോജനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണ്ടതുണ്ട്. പുതിയ കാര്യങ്ങൾ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ യാതൊരു രീതിയിലും തുടങ്ങാതിരിക്കുന്നതാണ് ഉത്തമം. അടുത്തത് പുണർതം നക്ഷത്ര ജാതകരാണ്. സ്മരണകൾ മനസ്സിനെ ആർദ്രമാക്കും. തൊഴിൽപരമായി ശരാശരി കാലമാണ് വന്നെത്തിയിരിക്കുന്നത്. മത്സരാധിഷ്ഠിതമായ പ്രവൃത്തികളാൽ വിജയിക്കുവാനുള്ള സാഹചര്യം വന്നു ചേരും. മക്കൾക്കായി ധനം നിർലോഭം ചെലവ് ചെയ്യുവാൻ കഴിയുന്നതാണ്. സർക്കാരിൽ നിന്നുമുള്ള ലൈസൻസ് കിട്ടും. പുതിയ സംരംഭങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ സാങ്കേതിക പരിജ്ഞാനം ആവശ്യമായി വരുന്നതാണ്. വാഗ്ദാനങ്ങൾ സഫലമാകും. വിദേശ യാത്രയ്ക്കുള്ള ഒരുക്കം പൂർത്തിയാക്കുവാൻ കഴിയുന്നതാണ്. വസ്തുവിൽപ്പന പിന്നീടത്തേക്കാക്കുക എന്നത് ഉചിതമാണ്. രോഗബാധിതരെ സന്ദർശിക്കുവാനും നേരം കണ്ടെത്തുന്നതാണ്. അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ്. അനാവശ്യമായ തിടുക്കം കഴിവതും ഒഴിവാക്കേണ്ടതാണ്. ഇരുവട്ടം ആലോചിച്ച ശേഷം വേണം എല്ലാവിധ തീരുമാനങ്ങളും നിങ്ങൾ കൈക്കൊള്ളേണ്ടത്. സാമ്പത്തികമായ ഞെരുക്കങ്ങൾ യാതൊരു രീതിയിലും ഈ ആഴ്ച ഉണ്ടാകില്ല. എന്നാൽ ചെലവ് അല്പം വർദ്ധിക്കുന്നതാണ്. സുഹൃത്ത് ബന്ധങ്ങൾ പുതുക്കുവാനുള്ള അവസരം കിട്ടും. കുടുംബത്തോടൊപ്പം ധാരാളം സമയം ചെലവഴിക്കുവാൻ കഴിയുന്നതാണ്. പുതിയ തലമുറയിലെ ബന്ധുവിൻ്റെ വിവാഹത്തിന് മുൻകൈ എടുക്കുവാൻ കഴിയും. സഹോദരരുടെ കഴിവ് പ്രയോജനപ്പെടുത്തുന്നതാണ്. തീർത്ഥാടനത്തിനുള്ള സമയം മാറ്റിവെക്കുവാൻ കഴിയും. ശുക്രൻ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നത് സുഖഭോഗങ്ങൾക്കും പാരിതോഷിക ലബ്ധിക്കും കാരണമാകും. ഭൂമിയിൽ നിന്നുമുള്ള ആദായം കൈവരുകയും ചെയ്യുന്നതാണ്. അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ നക്ഷത്രനാഥനായ ബുധൻ രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. നിപുണ യോഗം ഭൗതികമായ തെളിച്ചം സമ്മാനിക്കും. പഠനം ഗവേഷണം ഇവയിൽ മുന്നോട്ട് പോക്ക് സാധ്യമാകും. ധനാഗമം സുഗമമാകുന്ന വാരമാണ്. മേലധികാരികൾക്ക് പ്രീതി ഭവിക്കും. തടസ്സങ്ങളെയെല്ലാം നിസ്സാരമാക്കുവാനുള്ള ധൈര്യം വന്നു ചേരും. പണയത്തിലിരുന്ന നിങ്ങളുടെ സ്വർണം വീണ്ടെടുക്കുവാൻ കഴിയുന്നതാണ്. നവസംരംഭങ്ങൾ സംബന്ധിച്ച കൂടിയാലോചനകൾ അലസിപ്പിരിയാനാണ് സാധ്യത. വൃദ്ധജനങ്ങൾ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വേഗം ജോലി സ്ഥലത്തേക്ക് മടങ്ങുവാനുള്ള തിരക്കുണ്ടാവുകയും ചെയ്യുന്നതാണ്. അടുത്തത് മകം നക്ഷത്ര ജാതകരാണ്. സ്വശക്തിയിൽ വിശ്വാസം വർദ്ധിക്കും. മടിച്ചുനിന്ന ദൗത്യങ്ങളെല്ലാം സ്വധൈര്യം ഏറ്റെടുക്കുവാൻ കഴിയുന്നതാണ്. അഭിമാന ബോധത്തോടെ പ്രവർത്തിക്കുവാനും പലരും സൽപ്രേരണ ചെലുത്തുവാനും കഴിയും. ആഘോഷങ്ങളിലെല്ലാം മുഴുകുവാനാകുന്നതാണ്. സാമ്പത്തികമായി ഈ ആഴ്ച വളരെയധികം തൃപ്തിയുണ്ടാകും. വ്യക്തിപരമായ വിഷമങ്ങൾ മറന്നു കിട്ടും. വാരാദ്യം ജോലിഭാരം അല്പം കൂടുവാനിടയുണ്ട്.
നിങ്ങളുടെ സഹപ്രവർത്തകരുടെ അഭാവം അധ്വാനം വർദ്ധിപ്പിക്കും. വിദേശത്തുള്ള മകനിൽ നിന്നും സഹായം വന്നെത്തുന്നതാണ്. ദേഹസുഖക്കുറവിന് വൈദ്യസഹായം തേടാതിരിക്കരുത്. ചെലവ് അധികരിക്കുന്ന കാര്യത്തിൽ അസ്വസ്ഥത ഉണ്ടാകുന്ന വാരമല്ല. അടുത്തത് പൂരം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് പുതിയ കാര്യങ്ങളോട് മുഖം തിരിച്ചു നിൽക്കേണ്ടി വരും. പാരമ്പര്യത്തിൻ്റെ തനിമകളോട് കൂടുതൽ ആഭിമുഖ്യം പുലർത്തും. കുടുംബത്തിലെ മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കുവാൻ കഴിയുന്നതാണ്. ചെറുപ്പക്കാരുടെ ജോലി കാര്യത്തിലെ അനിശ്ചിതത്വം ആഘോഷങ്ങളെ അല്പം മ്ലാനമാക്കും. ആഘോഷവേളകളിലെ ഒത്തുചേരലുകൾ പുതിയ സംരംഭങ്ങൾ സംബന്ധിച്ചുള്ള പര്യാലോചനകൾ കൂടിയായി മാറുന്നതാണ്. നിങ്ങളുടെ ജന്മനക്ഷത്രത്തിൽ പിൻഗതി തുടരുന്ന കേതു സ്വസ്ഥതയെ ബാധിക്കുവാൻ ഇടയുണ്ട്. അതിനാൽ നിങ്ങളുടെ വാക്കിലും കർമ്മത്തിലും വളരെയധികം കരുതൽ വേണ്ട വാരമാണ്. പ്രണയിക്കുന്ന ആളുകൾക്കിടയിൽ അസാരസ്യം ഉയരാം. പാരിതോഷികങ്ങൾ ലഭിക്കുവാനുമുള്ള ഭാഗ്യം സിദ്ധിക്കുന്നതാണ്. അടുത്തത് ഉത്രം നക്ഷത്ര ജാതകരാണ്. ഗവേഷണ വിഷയങ്ങളിൽ നിന്നും മനസ്സ് പിൻവാങ്ങും. പിതാവും പുത്രനും തമ്മിൽ കൂടുതൽ രമ്യതയുണ്ടാകുന്നതാണ്. പ്രണയിക്കുന്ന ആളുകൾക്ക് വിവാഹ തീരുമാനമെടുക്കുവാൻ കഴിയുന്നതാണ്. ഔദ്യോഗിക രംഗത്ത് ചുമതലകൾ പകരക്കാരെ ഏൽപ്പിക്കേണ്ടി വരാം. സുഹൃത്തുക്കളുമൊത്ത് മുൻകൂട്ടി തീരുമാനിക്കാതെ യാത്രകൾ നടത്തുവാൻ ഇടയുള്ള വാരമാണ്. പ്രതീക്ഷിച്ച സഹായം കിട്ടാത്തതിൽ വളരെയധികം വേദനയുണ്ടാകും. സാമ്പത്തിക വർധനവ് കടം തീർക്കാനായി ഉപയോഗിക്കുവാൻ കഴിയുന്നതാണ്. ബന്ധുക്കലഹത്തിൽ മൗനം പാലിക്കുന്നതാകും ഉചിതം. കരാറുകളിൽ പങ്കാളിയാകുമ്പോൾ വ്യവസ്ഥകൾ കൃത്യമായി മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നതും ഗുണകരമാകും. അടുത്തത് അത്തം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ ജന്മനക്ഷത്രത്തിൽ നിന്നും ചൊവ്വ മാറുന്നതിനാൽ കുറച്ചു നാളായി അനുഭവിക്കുന്ന സമ്മർദ്ദം കുറഞ്ഞു കിട്ടും. സ്വതസിദ്ധമായ കഴിവുകൾ പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്നതാണ്. ദാമ്പത്യത്തിൽ അനുരഞ്ജന നിലപാടുകൾ ഗുണകരമാകും. ആലസ്യവും ഉന്മേഷവും വിട്ടകലുന്നതാണ്. ഭാവി സംബന്ധിച്ച തീരുമാനങ്ങൾ കൃത്യമായ ആലോചനയിലൂടെ സ്വീകരിക്കുവാൻ കഴിയും. ബന്ധു സമാഗമത്തിൽ സന്തോഷിക്കുവാനും പഴയ സ്മരണകൾ പുതുക്കുവാനും കഴിയുന്നതാണ്. വാഹനം വാങ്ങുന്നതിനാവശ്യമായ നടപടികൾ കൈക്കൊള്ളുവാൻ കഴിയും. മകൻ്റെ കാര്യത്തിൽ നല്ല വാർത്തകൾ കേൾക്കുവാൻ കഴിയുന്നതാണ്. അടുത്തത് ചിത്തിര നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ സ്വന്തം തീരുമാനങ്ങൾ പുനഃപരിശോധിക്കുവാനുള്ള സാധ്യത വന്നുചേരും. വെല്ലുവിളികൾ ഏറ്റെടുക്കാതിരിക്കുകയാകും തൽക്കാലം അഭികാമ്യം. ഉപഭോക്താക്കളുടെ വലിയ തോതിലുള്ള സഹകരണം വ്യാപാരത്തിൽ വളരെയധികം ലാഭം ഉയർത്തുന്നതാണ്. നിങ്ങളുടെ ഭാവി കാര്യങ്ങളിൽ സഹപ്രവർത്തകരുടെ അഭിപ്രായം കൂടി സ്വീകരിക്കുവാൻ തീരുമാനിക്കുന്നത് ഉചിതമാകും. ഗാർഹികമായ സൗഖ്യം ഭവിക്കുന്നതാണ്. വിനോദയാത്ര മാറ്റിവെക്കേണ്ടി വരും. ഭൂമി വിൽപ്പനയിലെ തടസ്സങ്ങൾ വിഷമത്തിന് കാരണമാകും. വിദ്യാർത്ഥികൾക്ക് വിദൂര പഠനത്തിലൂടെ പുതിയ കോഴ്സിനുള്ള പ്രവേശനം ലഭിക്കുന്നതാണ്. ആഴ്ച മധ്യം മുതൽ വളരെയധികം ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം. അടുത്തത് ചോതി നക്ഷത്ര ജാതകരാണ്. ഭൗതികമായി അല്പം പിരിമുറുക്കമുണ്ടാകും. കാര്യങ്ങൾ പരിഹരിക്കുവാൻ കൂടുതൽ ഊർജം ചെലവഴിക്കേണ്ടി വരുന്നതാണ്. അന്യനാട്ടിൽ കഴിയുന്നവർ ആഘോഷങ്ങളുടെ ഭാഗമാകുവാൻ നാട്ടിലെത്തിച്ചേരുവാൻ ഏറെ ക്ലേശിക്കേണ്ടി വരും. സുഹൃത്ത് സമാഗമത്തിലൂടെ മാനസികോർജം വീണ്ടെടുക്കുവാൻ കഴിയുന്നതാണ്. സ്വർണ്ണ പണയം വീണ്ടെടുക്കുന്നതിലൂടെ ഗാർഹികമായ സ്വൈര്യക്കേടുകൾക്ക് പരിഹാരമുണ്ടാകും. പഠന കാര്യത്തിൽ വ്യക്തമായ മാർഗനിർദ്ദേശം കിട്ടുന്നതാണ്. പ്രണയിക്കുന്ന ആളുകൾക്കിടയിൽ ഹൃദയ ഐക്യം ദൃഢമാകുന്ന കാലമാണ്. ചിലരുടെ വാക്കുകൾ മനസ്സിൽ മുറിവാകുവാനും ഇടവരും. അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ്. ധനപരമായി ഈ ആഴ്ച മോശമാകില്ല. നിങ്ങളുടെ ഗൃഹനിർമ്മാണത്തെ സംബന്ധിച്ച ഏർപ്പാടുകൾ പുനരാലോചിക്കുവാൻ അവധിക്കാലം പ്രയോജനപ്പെടുത്തുവാൻ കഴിയും. മകളുടെ ജോലി സ്ഥലത്തിനടുത്ത് താമസിക്കേണ്ടതായ സാഹചര്യം രൂപപ്പെടുവാനിടയുണ്ട്.
മകൻ്റെ നവസംരംഭങ്ങൾ ബാലാരിഷ്ടതയിൽ കിടന്ന് കുരുങ്ങുന്നതിൽ വളരെയധികം വിഷമമുണ്ടാകും. പൂർവിക സ്വത്തിന്മേൽ പ്രമാണത്തിലെ അവ്യക്തതകൾ ആശയക്കുഴപ്പം സമ്മാനിക്കും. ചൊവ്വ, ബുധൻ, വെള്ളി ദിവസങ്ങൾക്ക് മേന്മയേറുന്നതാണ്. അടുത്തത് അനിഴം നക്ഷത്ര ജാതകരാണ്. ഊർജവും ഉന്മേഷവും അനുഭവപ്പെടുന്ന വാരമാണ് വന്നെത്തിയിരിക്കുന്നത്. എല്ലാവിധ തടസ്സങ്ങളെയും തൃണവൽക്കരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. അനുഭവത്തിലൂടെ നേടിയ ജീവിത പാഠങ്ങൾ അത്യധികം ഗുണകരമായി തീരുന്നതാണ്. മുൻകൂട്ടി നിങ്ങൾ തീരുമാനിച്ചവയെല്ലാം ഭംഗിയായി നിർവഹിക്കുവാൻ കഴിയും. ബന്ധു സമാഗമം ആഹ്ലാദമേകും. ചെലവിൻ്റെ കാര്യത്തിൽ ധാരാളിയാകുന്നതാണ്. കലാപ്രവർത്തകർക്ക് അപ്രതീക്ഷിതമായ അവസരങ്ങൾ വീണു കിട്ടും. ഗാർഹിക അന്തരീക്ഷം സുഖപ്രദമായിരിക്കും. ഭൂമിയിൽ നിന്നും കുറച്ചാദായം വന്നെത്തുന്നതാണ്. ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ അലച്ചിൽ അനുഭവപ്പെടുന്നതാണ്. അടുത്തത് തൃക്കേട്ട നക്ഷത്ര ജാതകരാണ്. ഉപജപങ്ങളെയെല്ലാം മറികടക്കുന്നതാണ്. നിങ്ങളുടെ കാര്യസാധ്യത്തിനായി സ്വാർത്ഥരാവേണ്ടി വന്നേക്കും. പുതിയ കാര്യങ്ങൾ പഠിച്ചറിയുവാനുള്ള ഔത്സുക്യം കൂടുകയും ചെയ്യുന്നതാണ്. അവധിക്കാല യാത്രകൾ മുൻകൂട്ടി നിശ്ചയിച്ചനുസരിച്ച് പൂർത്തിയാക്കുവാൻ കഴിയും. പരാശ്രയ സാഹചര്യം വരുവാൻ ഇടയുള്ള ആഴ്ചയാണ് വന്നെത്തിയിരിക്കുന്നത്. വ്യാപാര കാര്യങ്ങളിൽ ചെറിയ തൃപ്തിക്കുറവ് ഏർപ്പെടുന്നതാണ്. ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ തള്ളിക്കളയരുത്. നിങ്ങളുടെ നക്ഷത്രാധിപന് മൗഢ്യം ഉള്ളതിനാൽ ഏത് കാര്യവും ഇരുവട്ടം ആലോചിക്കുന്നത് ഗുണകരമാകും. ജോലി തേടുന്നവരുടെ പ്രതീക്ഷകൾ തുടരപ്പെടുന്നതാണ്. സാമ്പത്തികമായി തരക്കേടില്ലാത്ത ആഴ്ചയാണ് നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് മൂലം നക്ഷത്ര ജാതകരാണ്. വിവാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുകയാണ് ഉത്തമം. പിന്തുണ യാതൊരു രീതിയിലും നിങ്ങൾക്ക് കിട്ടിയേക്കില്ല. വാരാദ്യത്തിൽ അമിത അധ്വാനം വേണ്ടി വന്നേക്കും. യാത്രാ മൂലം ദേഹക്ഷീണം ഭവിക്കുന്നതാണ്. കാര്യസാധ്യത്തിനായി അന്യരെ ആശ്രയിക്കേണ്ടി വരുന്നതിനാൽ മനക്ലേശമുണ്ടാകും. വരുമാനം എല്ലാ രീതിയിലും തൃപ്തികരമായിരിക്കും. ആഘോഷങ്ങളെ മുൻനിർത്തി ചെലവുകൾ അധികരിക്കുന്നതാണ്. ഇലക്ട്രോണിക്സ് ഉൽപ്പന്നം വാങ്ങുവാൻ കഴിയും. കൈവായ്പകൾ മടക്കി നൽകുവാനും സാധിക്കുന്നതാണ്. ജന്മനാട്ടിൽ കഴിയുന്ന ആളുകൾക്ക് ബന്ധുമിത്രാദികളെ സന്ദർശിക്കുവാനുള്ള ഭാഗ്യവും സിദ്ധിക്കുന്നതാണ്. അടുത്തത് പൂരാടം നക്ഷത്ര ജാതകരാണ്. പല കാര്യങ്ങളിലും തിരിച്ചറിവ് സാധ്യമാകും. ഇഷ്ടവസ്തുക്കൾ സ്വന്തമാക്കുവാൻ തക്ക ധനസ്ഥിതി ഉയരുന്നതാണ്. അസോസിയേഷനും മറ്റും നടത്തുന്ന ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ കഴിയും. അവധിക്കാലം കുടുംബത്തിനോടൊപ്പം യാത്രകൾക്കായി മാറ്റിവെക്കുവാനുമുള്ള ഭാഗ്യമുണ്ട്. സഹപ്രവർത്തകർ തമ്മിലുള്ള ഭിന്നിപ്പ് പരിഹരിക്കുവാൻ മുൻകൈയെടുക്കുവാൻ കഴിയും. മകൻ്റെ സ്വഭാവമാറ്റം ആശ്വാസമേകുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് അഭിമുഖങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അറിയിപ്പ് കൈവരും. പിതാവിൻ്റെ ആരോഗ്യസ്ഥിതി വളരെയധികം മെച്ചപ്പെടുകയും ചെയ്യുന്ന വാരമാണ് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് ഉത്രാടം നക്ഷത്ര ജാതകരാണ്. പുരോഗതിയിൽ തടസ്സങ്ങൾ അനുഭവപ്പെടാം. കഠിന അധ്വാനം പോരെന്ന തോന്നൽ ശക്തമാക്കുന്നതാണ്. തന്മൂലം നിങ്ങളുടെ മാനസിക പിരിമുറുക്കം വന്നു ചേരും. എന്നാൽ സാഹചര്യങ്ങളുമായി വേഗം പൊരുത്തപ്പെടുവാൻ കഴിയുന്നതാണ്. സുഹൃത്തുക്കളുടെ പിന്തുണ വളരെയധികം ശക്തിയേകും. ധനകാര്യത്തിൽ വളരെയധികം കരുതലുണ്ടാകേണ്ട വാരമാണ്. ജീവിതാസ്വാദനത്തിനും നേരം കണ്ടെത്തുവാൻ കഴിയും. രോഗക്ലേശിതർക്ക് ആശ്വാസം ഭവിക്കുന്നതാണ്. അഭിപ്രായ ഭിന്നതകളിൽ നിഷ്പക്ഷത കൈക്കൊള്ളുവാൻ കഴിയുന്നതാണ്. മകളുടെ വിവാഹ കാര്യത്തിൽ ശുഭകരമായ തീരുമാനം വന്നെത്തും. അടുത്തത് തിരുവോണം നക്ഷത്ര ജാതകരാണ്. പുതിയ കാര്യങ്ങളോട് പുറം തിരിഞ്ഞു നിൽക്കില്ല. എന്നാൽ പാരമ്പര്യത്തെ മുഴുവനായും തള്ളിപ്പറയുവാനും കഴിയുന്ന വാരമല്ല. ആഘോഷങ്ങളുടെ അവസാന വാക്കായി കുടുംബത്തിലെല്ലാവരും ആശ്രയിക്കും. ഗൃഹനവീകരണത്തിന് പണം കണ്ടെത്തുന്നത് ആലോചനയിൽ നിറയുന്നതാണ്.
പൂർവിക സ്വത്ത് സംബന്ധിച്ച തർക്കങ്ങൾ തലവേദന സമ്മാനിക്കും. മത്സരങ്ങൾക്ക് തയ്യാറെടുപ്പ് നടത്തുവാൻ കഴിയുന്നതാണ്. ജീവിതശൈലീ രോഗങ്ങളിൽ നിയന്ത്രണം അനിവാര്യമാകും. സമീപ ഭാവിയിൽ നിർവഹിക്കേണ്ട ചുമതലകൾ മനസ്സിൽ കുറിച്ചിടുന്നതാണ്. ആശങ്കകൾ മനസ്സിനെ മതിപ്പിച്ചേക്കുവാനും ഇടവരുന്നതാണ്. അടുത്തത് അവിട്ടം നക്ഷത്ര ജാതകരാണ്. ആദരണീയത കൈവരും. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കപ്പെടുന്നതാണ്. ബന്ധുമിത്രാദികളുടെ സന്ദർശനം വിരസ ജീവിതത്തെ ഉല്ലാസഭരിതമാക്കും. ഭൂമി വാങ്ങുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നതാണ്. പ്രവർത്തന മേഖലയിൽ ചില തടസ്സങ്ങൾ അനുഭവപ്പെടുവാൻ ഇടവരും. അവ പരിഹരിക്കുവാനുള്ള പോംവഴി തേടേണ്ടതാണ്. ക്ലേശം അനുഭവിക്കുന്ന ബന്ധുവിന് സഹായം ചെയ്യുവാനുള്ള സന്നദ്ധത കാട്ടുന്നതാണ്. പ്രണയിക്കുന്ന ആളുകൾക്ക് വിഘ്നമോ ഒറ്റപ്പെടലോ വരുവാൻ ഇടയുണ്ട്. സാഹിത്യം, സംഗീതം, അഭിനയം തുടങ്ങിയ സിദ്ധികൾ പോഷിപ്പിക്കുവാൻ തീരുമാനമെടുക്കുവാനും കഴിയുന്നതാണ്. അടുത്തത് ചതയം നക്ഷത്ര ജാതകരാണ്. 3-4 ദിവസം കൊണ്ട് ഒരാഴ്ചയുടെ അധ്വാനം പൂർത്തീകരിക്കേണ്ടി വന്നേക്കും. ആത്മാഭിമാനം സംരക്ഷിക്കുന്നതിൽ മുന്നോട്ട് പോകില്ല. ഒപ്പമുള്ളവരുടെ സഹകരണം വളരെ ഗുണപ്രദമാകും. ഏജൻസി വ്യാപാരം പ്രതീക്ഷിച്ചതിലും അധികം മെച്ചപ്പെട്ടതാകും. വായ്പകൾ കൃത്യമായി അടയ്ക്കുവാൻ കഴിയും. വിട്ടുവീഴ്ചകൾ കുടുംബത്തിൽ വളരെയധികം മധുരതരമാകുന്നതാണ്. മംഗളകർമ്മങ്ങൾ ഭംഗിയാക്കുവാൻ കഴിയുന്നതെല്ലാം ചെയ്യുവാൻ കഴിയും. പ്രണയകാലം വീണ്ടും പൂക്കുവാൻ തുടങ്ങുന്നതാണ്. ഞായർ, വെള്ളി, ശനി ദിവസങ്ങൾ സമ്മിശ്ര ഫലത്തോട് കൂടിയാകും വന്നെത്തുക. അടുത്തത് പോരുരുട്ടാതി നക്ഷത്ര ജാതകരാണ്. സ്വയം തൊഴിലിൽ നിന്നും ആദായമുയരുന്നതാണ്. വസ്ത്രാഭരണാദികൾ, ഭക്ഷ്യവിഭവങ്ങൾ, അനുബന്ധ വ്യവസായങ്ങൾ എന്നിവ വളരെയധികം പുഷ്ടിപ്പെടും. എന്നാൽ അധികാര സ്ഥാനത്തുള്ളവർക്ക് പലതരം വെല്ലുവിളികൾ ഈ ആഴ്ച നേരിടേണ്ടി വരും. വിശിഷ്ട വ്യക്തികളുടെ പരിചയം നേടാം. ചെറിയ വിനോദയാത്രകൾക്കുള്ള അവസരമുണ്ടാകും. ഉപാസനകൾക്ക് നേരം കിട്ടിയില്ലെന്ന് വരാം. ഭൂമി വിൽപ്പനയ്ക്ക് വഴി തെളിഞ്ഞേക്കില്ല. അക്കാര്യത്തിൽ വളരെയധികം നിരാശയുണ്ടാകും. ജീവിതശൈലീ രോഗങ്ങൾ വന്നു ചേരാം. ഞായർ, ശനി ദിവസങ്ങൾക്ക് മേന്മ അല്പം കുറയുന്നതാണ്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണ്. പലരും കൈയൊഴിഞ്ഞ കരാറുകൾ ഏറ്റെടുക്കുവാൻ തയ്യാറാകുന്നതാണ്. എന്നാൽ അതിനു മുമ്പ് വ്യവസ്ഥകൾ മുഴുവനായി മനസ്സിലാക്കുവാൻ ശ്രമിക്കേണ്ടതുണ്ട്. പൂർവിക സ്വത്തിലെ തർക്കങ്ങളെല്ലാം പരിഹരിക്കുവാൻ കഴിയും. പല വഴിക്ക് വരുമാനം വന്നു ചേരും. ചെലവിനും അതുപോലുള്ള വഴികൾ വന്നെത്തുന്നതാണ്. നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുന്നതാണ്. പുതു ജോലിക്കായുള്ള ശ്രമം തുടർന്നേക്കും. ഗവേഷണം വിഷയം കഠിനമായി തോന്നുന്നതാണ്. നിങ്ങളുടെ ഭാവന ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. മുതിർന്നവർ ആരോഗ്യകാര്യത്തിൽ വളരെയധികം ഉത്സുകരാകേണ്ടതാണ്. അടുത്തത് രേവതി നക്ഷത്ര ജാതകരാണ്. യുവാക്കളുടെ പ്രണയത്തിന് ശുഭപര്യവസാനം വരുവാൻ ഇടയുള്ള വാരമാണ്. പലവിധ കാര്യങ്ങൾ മനസ്സിൽ ഇടം പിടിക്കുന്നതിനാൽ സ്വസ്ഥത കുറയുന്നതാണ്. ബന്ധുസമാഗമം സന്തോഷം സമ്മാനിക്കും. വ്യാപാര രംഗം പുഷ്ടിപ്പെടുവാൻ പുതിയ കരാറുകളിൽ ഏർപ്പെടുവാൻ കഴിയും. തൊഴിൽപരമായ ദൂരയാത്രകൾ ഉദ്ദേശിക്കുന്നവർക്ക് അവസരം തെളിഞ്ഞേക്കും. അവധിക്കാലത്തിന് ശേഷം ചെയ്തു തീർക്കേണ്ട ഔദ്യോഗിക കാര്യങ്ങൾ തിട്ടപ്പെടുത്തി വയ്ക്കും. വായ്പാ തുകയുടെ തവണ മുടങ്ങുകയില്ല. സുഖഭോഗങ്ങൾക്ക് ധനം ചെലവ് ചെയ്തേക്കും. പഞ്ചമഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്നതിനാൽ മക്കൾക്ക് വളരെയധികം നേട്ടം പ്രതീക്ഷിക്കാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.